ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ പറഞ്ഞ ജേർണലിങ്ങിൻ്റെ ലോങ് വീഡിയോ ഇതാണ്. ഫസ്റ്റായിട്ട് ഗ്ലൂ ഗൺ ഒരു റൗണ്ട് ഷേപ്പിലിട്ടിട്ട് ഞാൻ അതിൽ ആദ്യം വെച്ചത് കൊക്കക്കോളയുടെ മൂടിയാണ്. നിങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും ചില്ലിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ കോയിൻസ് എല്ലാം വെക്കാൻ ശ്രമിക്കണം. കാരണം എനിക്ക് കൊക്കക്കോളയുടെ ഇത് വെച്ചിട്ട് പണി കിട്ടി, എനിക്കത് പറിക്കാൻ പറ്റണ്ടായില്ല. ആദ്യം ചെയ്തപ്പോൾ തന്നെ കുളമായി. പിന്നെ രണ്ടാമതായിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ഗോൾഡൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള കളേഴ്സിൽ പെയിൻസിൽ കുറച്ച് ഗോൾഡൻ ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ കോപ്പർ റെഡ് അങ്ങനത്തെ കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എല്ലാത്തിലും പല പല കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. വിൻറ്റേജ് ആയിട്ട് തോന്നാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗോൾഡനാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ 2-3 ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട് വന്നുണ്ടായില്ല. പിന്നെ പകുതി ആകുമ്പോൾ എനിക്കിത് പറിക്കാൻ പറ്റുന്നുണ്ട്. സെയിം മെത്തേഡ് ഞാൻ പേപ്പറിലും ചെയ്തിട്ടുണ്ട്. പേപ്പറിൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇതാണ് ചെയ്തേക്കുന്നത്. അതുകഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ അതും അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഗിവ് അവേ കൊടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെയാണ്. ഇങ്ങനത്തെ കുറച്ച് എൻ്റെ കയ്യിൽ കൂടുതലുണ്ട്. ഞാനപ്പോൾ 3 ബോക്സായിട്ടാണ് തിരിച്ചേക്കണം. അതിൽ ഞാനിങ്ങനെ എല്ലാത്തിലും ജസ്റ്റ് ജേർണലിങ് ഐറ്റംസ്, ജേർണലിങ് സപ്ലൈസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് അന്നെടുത്ത പ്രിൻ്റ് ഔട്ട്, അത് ഞാൻ ജസ്റ്റ് ഒരു OHP ഷീറ്റിൻ്റെ കവറിലോട്ട് മാറ്റിയിട്ട് പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കോഫിയിലെ റൈറ്റിങ്സും ഞാൻ ജസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞ് അതൊരെണ്ണം അടുത്ത് ഇതിലോട്ടാക്കി. പിന്നെ ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ടായ ഗ്ലേസി പേപ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ പിൻട്രസ്റ്റ് നോക്കി വേറെ ചെയ്യണമെന്ന്, അതിലോട്ട് എല്ലാം കൂടി കുറച്ച് ആഡ് ചെയ്ത് അത് ഞാൻ പിൻട്രസ്റ്റ് നോക്കി ഓരോന്നൊക്കെ ചെയ്ത് വരച്ചതാണ്. എൻ്റെ കയ്യിൽ വലിയ സെലോ ടാപ്പ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് സ്റ്റിക്കർ പേപ്പറിലോട്ടൊന്നും മാറ്റിയില്ല. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് നേരെ ഇത് ബോക്സിലോട്ടാണ് ആക്കണം. രണ്ടാമത്തെ ബോക്സ് ഇതാണ്. ഇതിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കളർ പേപ്പേഴ്സും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും മന്ത്സും അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അതെല്ലാം കൂടി ഞാൻ ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് ഇതിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് ഗ്ലൂവിൻ്റെ വാക്സും കൊണ്ടുവന്ന് പിന്നെ വെക്കണുണ്ടായിരുന്നു. ഞാൻ അതൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ പറ്റണ അത്രയും വീഡിയോ ഷോർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചത് ജൂട്ടിൻ്റെ ഷീറ്റാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, അതെൻ്റെ കയ്യിൽ ഷീറ്റായിട്ട് റോളായിട്ടാണ് ഉള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ കളർ 2-3 ഉണ്ടായപ്പോൾ അത് കാണിച്ചതാണ്. പിന്നെ വേസ്റ്റ് പേപ്പേഴ്സ് ഞാൻ ഡിസൈൻ സിസേഴ്സിൽ കട്ട് ചെയ്തത് അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിലത് മാത്രം എടുത്തിട്ട് ബ്രൗൺ പെയിൻറ്റ് നല്ലോണം വെള്ളം മിക്സ് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടി അതിൻ്റെ മൂടി തന്നെ എടുത്തിട്ട് ചുറ്റും കുറച്ച് അവിടെ എടുത്തിട്ടുള്ള എല്ലാത്തിലും റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കുറച്ച് ചെയ്ത് ഈ മെത്തേഡ് നിങ്ങൾക്ക് നല്ലോണം അറിയാൻ പറ്റും. റൗണ്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പണി കിട്ടിയതാണ്. ആദ്യം തന്നെ ഗ്ലൂവിൽ ചെയ്തപ്പോൾ അതിനൊരു മിസ്റ്റേക്ക് വന്ന്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കറണ്ട് പോയി. ഞാൻ പിന്നെ കറണ്ട് ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്നായിട്ട് വന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ചിലതിലെല്ലാം ലവും കുറച്ച് റിബൺസൊക്കെ ആഡ് ചെയ്ത് പിന്നെ ഒരെണ്ണം കൂട്ടി മുട്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ജസ്റ്റ് പെയിൻറ്റിൻ്റെ വെള്ളം തന്നെ ഒഴിച്ച് അത് ജസ്റ്റ് ഫുള്ളായിട്ട് ബ്രൗൺ ആക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ആവശ്യത്തിനായതുകൊണ്ട് അറിയത്തില്ല. ആർക്കെങ്കിലൊക്കെ കൊടുക്കുമ്പോഴും പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോഴും മാത്രമേ ഇങ്ങനത്തെ സീനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയാണ് ചെയ്തേക്കണത്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് റിബൺ ബോയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത്. ഇത് ടിഷ്യൂ പേപ്പറാണ്, അതാണ് അതങ്ങനെ ഇരിക്കണം. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് കോർണേഴ്സ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ടിഷ്യൂ പേപ്പറിൽ ചെയ്തപ്പോൾ സ്പ്രെഡിങ് പോലെ നമുക്ക് തോന്നും. അത് ഞാൻ ഈ ബോക്സിലോട്ട് ആഡ് ചെയ്ത് കുറച്ച് വലിയ പേപ്പേഴ്സ് എല്ലാം അതിലാണ് ആഡ് ചെയ്തേക്കണത്. അതിൻ്റെ അകത്ത് ആണ് കോഫിയും കൊണ്ട് ചെയ്തിട്ടുള്ള ഐറ്റംസും ഉള്ളത്. ഇത്ര ഐറ്റംസാണ് ഈ ബോക്സിൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമെന്ന്. സോ അതെടുത്തിട്ട് ഞാൻ നേരെ ആ കവർ കൊണ്ട് തന്നെ ഇതിട്ട് വെക്കണ ഒരിതുണ്ടാക്കി. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യമൊന്നും കാണിക്കാൻ. പിന്നെ ഇത് കിട്ടിയപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും സെലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കെച്ചും കൊണ്ട് വാക്സിന്ന് എഴുതി വെച്ച്. ശരിക്കും ഇത് വാക്സ് അല്ല. പിന്നെ ഞാൻ വിചാരിച്ച് ജേർണലിങ് ചെയ്യുമ്പോൾ ഒട്ടുമിക്കവരും ക്യാൻഡിൽസൊക്കെ വെക്കാറുണ്ടല്ലോ. സോ ഞാൻ വിചാരിച്ചൊരു ക്യാൻഡിൽസിൻ്റെ ഇതും നെക്സ്റ്റ് വീഡിയോ ആയിട്ട്
ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി അടുത്ത മെത്തേഡ് തന്നെ എൻ്റെ കയ്യിൽ കൂടുതലും ഹൈലൈറ്റേഴ്സാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് അത് വരച്ച് എനിക്ക് വേണ്ട എല്ലാ കളേഴ്സും വരച്ച് കൊടുത്തിട്ട് അത് പെയിൻറ്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് വേണ്ട കളേഴ്സ് മാത്രം ഇങ്ങനെ അതിലോട്ട് മുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കളർ കിട്ടും. അതെല്ലാം ഞാൻ ഒരു സർക്കിൾസ് ആക്കുന്നുണ്ട്. ഇതൊരു സർക്കിൾസ് ആക്കുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു മൈൻഡിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ പേനയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതാം. ഞാൻ ഒരെണ്ണത്തിൽ എഴുതിയേക്കണത് ലവ് ഒന്നും പിന്നെ താങ്ക് യു ഒന്നും അങ്ങനെ കുറച്ച് മാത്രമേ എഴുതിയുള്ളൂ, എല്ലാം ഒന്നും എഴുതിയില്ല. ഇത് സ്കെച്ചിങ് കൊണ്ട് ചെയ്യണ മെത്തേഡാണ്, സ്കെച്ചും വാട്ടറും കൊണ്ട് ചെയ്യണ മെത്തേഡാണ് ഈ മെത്തേഡ് കാണിച്ചേക്കണത്. ഇത് ഈസിയാണ് ചെയ്യാൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചന്ദനത്തിരിയും കൊണ്ട് പേപ്പേഴ്സിൻ്റെ കോർണേഴ്സ് മാത്രം ഇങ്ങനെ ഉരുക്കി കൊടുക്കണ മെത്തേഡാണ് ചെയ്യണത്. ഞാൻ ചന്ദനത്തിരി എടുക്കാൻ കാരണം ഇപ്പോൾ പിള്ളേരൊക്കെ കാണണമെങ്കിൽ തീനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതാണല്ലോ, പെട്ടെന്ന് കൈയൊന്നും പൊള്ളൂല. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് കാണിച്ച് പിന്നെ ബാക്കി ലാസ്റ്റായിട്ട് കാണിക്കണം വാഷി ടേപ്സ് ഉണ്ടാക്കണമെന്നാണ്. അത് നിങ്ങളുടെ ഓണിൽ എന്താണോ തോന്നണോ അത് ഉണ്ടാക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രീനും കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് അതിൽ ലീവ്സ് വരച്ച് കൊടുക്കണമെന്നാണ്. ഞാൻ ഗ്രീനും കൊണ്ട് ആദ്യം ഇങ്ങനെ വരച്ചിട്ട് ബ്ലാക്കും കൊണ്ടും ഇങ്ങനെ സെയിം ഡിസൈൻ ഫോക്കസ് ചെയ്ത് വരച്ചിട്ട് അതിൽ ലീവ്സ് വരച്ച് കൊടുത്ത്. ഇത് കാണാൻ കുറച്ച് നല്ല ബ്യൂട്ടിഫുള്ളാണെന്ന് തോന്നുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ നോക്കണം. പിന്നെ ഫൈനലായിട്ട് ചെയ്തത് കുറച്ച് വേർഡ്സ് പിൻട്രസ്റ്റിൽ നോക്കി എഴുതിയിട്ട് അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഷോർട്സ് പോലെ നേരെ ഇതും ചുറ്റി സെയിം മെത്തേഡ് സെയിം പ്രോസസ്സ് ഇതിലും ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഞാൻ ചെയ്തേക്കണത്. ഇനി നിങ്ങൾക്ക് ക്യൂട്ടായിട്ടുള്ളത് തോന്നണുണ്ടാന്ന് എനിക്കറിയത്തില്ല. സോ ഇനി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോയിൽ തന്നെ അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഇല്ലേന്ന് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഇത് വിൻറ്റേജ് തീം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ജേണൽ ഐഡിയാസ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് കരുതാം. എൻ്റെ മെയിൻ ഹോബിയാണ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അത് കൈൻ്റെ സൈഡിൽ തേക്കുക. അതായത് ബ്രഷ് കഴുകാണ്ട് തന്നെ അടുത്ത ഇത് എടുക്കും. ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. സോ ബൈ.